സേവനം എന്ന് പറയുന്നത് വെറും ഒരു വാക്കല്ല, അത് എന്താണ് എന്ന് ലോകത്തിന്, രാജ്യത്തിന്, ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത ഒരു സന്നദ്ധ സംഘടനയാണ് സേവാഭാരതി. ഒരു ക്ഷേത്രമായാലും ഒരു 10-ലധികം ആളുകൾ കൂടുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ദുരന്തമുഖത്തൊക്കെ എപ്പോഴും സഹായമായി എത്തുന്നവരാണ് സേവാഭാരതി. ഇവിടെ കരിക്കകം പൊങ്കാലയുടെ ഇവിടെ സേവാഭാരതിയുടെ പവലിയനുണ്ട്. എൻ്റെ കൂടെ ഡോക്ടർ വിജയകുമാറുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് സേവാഭാരതിയുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചോദിക്കാം. എങ്ങനെയാണ് ഇന്നത്തെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ? നമസ്തേ മാഡം, നമ്മളിപ്പോൾ ഇവിടെ കഴിഞ്ഞ ഒരു ദശാബ്ദം അല്ല, ശരിക്കും 20 വർഷമായിട്ട് എല്ലാ വർഷവും ഇവിടുത്തെ പൊങ്കാലയോടനുബന്ധിച്ച് നമ്മൾ സേവനം ചെയ്യാറുണ്ട്. ഇത്തവണ ഒരു വലിയ പ്രത്യേകിച്ച് നമ്മൾക്ക് ഇവിടെ നെയ്യാറ്റിൻകര നിംസ് ഹോസ്പിറ്റൽ നമ്മളുണ്ട്, വെൽഫോർട്ട് ഹോസ്പിറ്റൽ നമ്മളുണ്ട്, പ്രാൺ ഹോസ്പിറ്റലുണ്ട്, ഇപ്പോൾ ഇവിടെ അടുത്തുള്ള മറ്റൊരു പഴയ എന്താണ് അതിൻ്റെ പേര് സബിൻ ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ചുറ്റുവട്ടത്തുള്ള ഹോസ്പിറ്റലുകാരൊക്കെ ആയിട്ട് നമ്മളുമായിട്ട് സഹകരിച്ചുകൊണ്ട് അവർ നമ്മുടെ സേവാഭാരതിയുടെ പ്രവർത്തനത്തിലോട് അവരിങ്ങോട്ട് വന്നിട്ട് നമ്മളോട് സഹകരിക്കാൻ തയ്യാറായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വലിയ ഏകദേശം എനിക്ക് തോന്നുന്നു ഇവിടെ 12 ഡോക്ടർമാരും അതിനനുസരിച്ചുള്ള പാരാമെഡിക്കൽ സ്റ്റാഫും ഒക്കെ നമ്മളുമായിട്ട് സഹകരിച്ച് മെഡിക്കൽ ക്യാമ്പ് എടുത്തുകൊണ്ട് ഏകദേശം 12 ആംബുലൻസും സേവാഭാരതിയുടെ കെയർ ഓഫിൽ 6 ആംബുലൻസും അല്ലാതെ ഒരു 6 ആംബുലൻസ് കൂടി മറ്റു ഹോസ്പിറ്റലിലായിട്ട് നമ്മൾ സേവനം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ 6 എണ്ണവും ഓട്ടം പോയിരിക്കുക. കാര്യം ഈ ചൂട് അടിച്ചിട്ട് എല്ലാവരും തളർന്നു വീഴുകയൊക്കെ ഹൈപ്പോ അടിച്ചിട്ടൊക്കെ വരുന്നവരൊക്കെ ഉണ്ട്. ആ രീതിയിൽ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ സേവാഭാരതിക്ക് ഇപ്പോൾ കഴിഞ്ഞു. അതിൽ സന്തോഷമുണ്ട്. ആർക്കും മറ്റ് അനസ്ഥങ്ങളൊന്നും വരരുത് എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഇതുവരെ നിങ്ങളിവിടെ നിന്ന ദിവസങ്ങളെല്ലാം നല്ല രീതിയിൽ ഈ തുടങ്ങിയ ദിവസം കാപ്പുകെട്ടി ഇവിടെ കുടിയിരുത്തിയ ദിവസം മുതൽ സേവാഭാരതിയുടെ പ്രവർത്തനം ഇവിടെ ഉണ്ട്. അത് ആറ്റുകാലം ഉള്ളതുപോലെ ഇവിടെ മറ്റ് ചുറ്റുവട്ടത്തൊക്കെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, അമ്പലങ്ങളിൽ മാത്രമല്ല, സൗജന്യ മെഡിക്കൽ സേവനങ്ങളടക്കം സേവാഭാരതിയുടെ എല്ലാ പ്രവർത്തനങ്ങളും സജീവമായി ചെയ്യാറുണ്ട്. അഭിമാനം തീർച്ചയായിട്ടും ഒരു ജന്മസാഫല്യമാണ് സേവാഭാരതിയുടെ പ്രവർത്തനത്തിൽ പങ്കാളിയാവാൻ പറ്റും. എൻ്റെ കഴിഞ്ഞ 50 വർഷത്തെ സ്വയം സേവകൻ എന്നുള്ള നിലയിൽ എനിക്കുണ്ടായ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് മോഹനേന്ദ്രൻ. മെഡിക്കൽ കോളേജിനടുത്ത് ജനനം, താമസിക്കുന്ന അവിടെയാണ്. സേവാഭാരതി തുടങ്ങിയ അന്ന് തൊട്ട് ഞാൻ പ്രവർത്തിക്കുന്നു. 45 വർഷമായി. ഇന്നും നമ്മൾ സേവനം ചെയ്യുന്നുണ്ട് മെഡിക്കൽ കോളേജിൽ, RCCയിലൊക്കെ. പിന്നെ എനിക്ക് സുഖമില്ലാത്ത ആളാണ്, എന്നാലും ഞാൻ ഈ അമ്പലങ്ങളിലും എല്ലാ അമ്പലങ്ങളിലും ഞങ്ങൾ പോകുന്നുണ്ട്. 7 ദിവസം ഫുള്ള് ഇവിടെ കാണും. അത് എനിക്കൊരു 10-22 വർഷം ഡോക്ടർ എൻ്റെ കൂടെ ഉണ്ട്, വിജയൻ സാറ്. പിന്നെ നമുക്കൊരു മനസ്സിനൊരു സുഖമാണ് സേവനം ചെയ്യുന്നത്. അതെ, മക്കളെ. ഞാൻ ഡോക്ടർ ജയചന്ദ്രൻ, നെടുമങ്ങോട് പ്രാക്ടീസ് ചെയ്യുന്നു. സേവാഭാരതിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്നെ ക്ഷണിക്കാറുണ്ട്. ആറ്റുകാലമ്മയുടെയും ഇവിടുത്തെ കരിക്കത്തമ്മയുടെയും സേവനങ്ങൾക്ക് ഞാൻ കൃത്യമായിട്ട് വരാറുണ്ട്. അപ്പോൾ ദേവിയുടെ അടുത്ത് ദേവിയെ സേവിക്കുക എന്നുള്ള ഒരു മുഖ്യ ആഗ്രഹത്തിൽ വന്ന് ഇവിടെ വരുന്ന എല്ലാ രോഗികളുടെ അടുത്തും വളരെ തൃപ്തിയായിട്ട് അവരെ ഇടപഴകാനും അവരെ സേവനം ചെയ്യാനും എനിക്ക് കഴിയുന്നുണ്ട്. അതിന് സേവാഭാരതിയോടും അമ്മയോടും എനിക്കെപ്പോഴും കടപ്പാടും നന്ദിയുണ്ട്. ഈ മെഡിക്കൽ കോളേജിലുള്ള ഈ ചേട്ടൻ്റെ പേരൊന്നുകൂടി പറയാം. എൻ്റെ പേര് മോഹനേന്ദ്രൻ. മോഹനചന്ദ്രൻ. അദ്ദേഹം 45 വർഷമായി സേവാഭാരതിയിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ സേവാഭാരതിയുടെ കരുത്ത് പറയുന്നത് ഇതുപോലെയുള്ള സീനിയർ സിറ്റിസൺസ് ആയിരിക്കും. ഇവരെ കൂടെ ഇത്രയും പ്രായത്തിനിടയിലും ഇത്രയും അസുഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളപ്പോഴും ഇവർ ഇത്രയും കരുത്തരായിട്ട് നിൽക്കുമ്പോൾ ഇവരെ പോലെയുള്ളവർ നാച്ചുറലി കൂടെ കൂടും. കാര്യം ഈ ഊർജ്ജത്തിനൊപ്പം നമ്മൾ നിൽക്കണമെന്ന എന്താ പറയുക, ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു തീരുമാനം തന്നെയാണ് ഇവരെയൊക്കെ മുന്നോട്ട് നയിക്കുന്നത്. എന്തായാലും സേവാഭാരതി എന്ന് പറയുന്നത് വല്ലപ്പോഴും പൊതിച്ചോറ് കൊടുക്കുന്ന ചില സംഘടനകളെ പോലെ അല്ല. ചേട്ടൻ വിചാരിച്ച തിരിച്ചു പറയാൻ പോകുന്നത് ഒന്നുകൂടെ, വല്ലപ്പോഴും പൊതിച്ചോറ് കൊടുക്കുന്ന ചില സംഘടനകളെ പോലെയല്ല, എപ്പോഴും എന്തിനും ഏതിനും സന്നദ്ധരായി മുന്നോട്ട് വരുന്ന, സ്വന്തം ജീവനെ പോലും അവഗണിച്ച് മുന്നോട്ട് വരുന്ന സംഘടനകളാണ്. ഇവർക്ക് ഒരിക്കൽ കൂടി നന്ദി.